നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ സർക്കാരിൽ നിന്ന് സഹായം കിട്ടുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വീഡിയോ മുഴുവനായും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കാനായി ശ്രമിക്കുക. നേരത്തെ ഒരു വീഡിയോയിൽ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അപ്പോൾ പദ്ധതിയുടെ അപേക്ഷാ നടപടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുമെന്നുമാണ് ആ വീഡിയോയിൽ പറഞ്ഞു വെച്ചിരുന്നതെങ്കിൽ ഇപ്പോഴിതാ പ്രസ്തുത പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത് വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നതിനുള്ള മൂലധന സബ്സിഡി ലഭിക്കുന്ന സ്കീമിനെ കുറിച്ചാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ മുന്നാക്ക സമുദായത്തിൽപ്പെട്ട വനിതകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കേരള സംസ്ഥാനത്തെ സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ തൊഴിലിനും വരുമാനത്തിനും മുൻതൂക്കം നൽകി അവരെ ജീവനോപാധി കണ്ടെത്തുന്നതിന് പ്രാപ്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി ഈ യാത്ര എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട രേഖകളെ കുറിച്ച് പറയാം. 1. കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്. 2. ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജിന്റെ കോപ്പി. 3. ഏറ്റവും പുതിയ റേഷൻ കാർഡിന്റെ കോപ്പി. 4. പ്രായം തെളിയിക്കുന്ന രേഖ. 5. LMB ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി. 6. ആധാർ കാർഡിന്റെ കോപ്പി. 7. ഈ വെഹിക്കിൾ പോളിസി പ്രകാരമുള്ള ഇൻസെന്റീവ് കൈപ്പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സാക്ഷ്യപത്രം. 8. രേഖകളിലോ സർട്ടിഫിക്കറ്റുകളിലോ പേരുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ 1 സെയിം സർട്ടിഫിക്കറ്റ്. 9. വിധവയോ മാരക രോഗം പിടിപെട്ട് ചികിത്സയിലോ ഉള്ള ആളാണെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖകൾ. ഇനി പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം, എവിടെ അപേക്ഷിക്കണം, പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, യോഗ്യതകൾ, പ്രായം തുടങ്ങിയ വിശദ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ കമന്റ് സെക്ഷനിൽ ഇടത്തോട്ട് വലിച്ച് ടൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, ധനലക്ഷ്മി ബാങ്കിൽ നിന്നാണ് ലോൺ ലഭിക്കുക. അതുപോലെ തന്നെ എത്ര രൂപ ലോൺ അനുവദിക്കണമെന്നും ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബാങ്ക് പറയുന്നത് പോലെയായിരിക്കും. പലിശയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. അതാത് കാലങ്ങളിൽ ബാങ്ക് നിർദ്ദേശിക്കുന്ന പലിശ നിരക്കുകൾ ബാധകമായിരിക്കും. അതുപോലെ വായ്പയുടെ തിരിച്ചടവ് കാലാവധിയും വേണ്ട ഘടകങ്ങളും തീരുമാനിക്കുന്നത് ബാങ്കാണ്. പക്ഷേ സബ്സിഡി തുക അനുവദിക്കുന്നത് മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനാണ്. ലോൺ തുകയുടെ 40% അല്ലെങ്കിൽ പരമാവധി 1 ലക്ഷം രൂപ വരെയാണ് സബ്സിഡിയായി അനുവദിക്കുക. സമുന്നതി നിർദ്ദേശിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള യോഗ്യതകൾ നേടിയ അപേക്ഷകൾ മാത്രമായിരിക്കും ലോൺ അനുവദിക്കുന്നതിനായി ധനലക്ഷ്മി ബാങ്ക് പരിഗണിക്കുക. അതുകൊണ്ടാണ് മുഴുവൻ മാർഗനിർദ്ദേശങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ സംവരണേതര വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരായിരിക്കണം അപേക്ഷകർ. അത് തെളിയിക്കുന്നതിനായി വില്ലേജിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള പേജോ ഹാജരാക്കണം. അപേക്ഷകയുടെ പ്രായം 1/1/2025 50 വയസ്സിൽ താഴെയായിരിക്കണം. പ്രായം തെളിയിക്കുന്നതിനായി നിർബന്ധമായും SSLC സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. അപേക്ഷകയ്ക്ക് അപേക്ഷാ കാലയളവിൽ LMB ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കോപ്പി നിർബന്ധമായും ഹാജരാക്കണം. വരുമാന സർട്ടിഫിക്കറ്റിൽ 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വരുമാനം. അത് കുടുംബ വാർഷിക വരുമാനമായിരിക്കണം. കുടുംബത്തിൻ്റെ എല്ലാ വരുമാന മാർഗങ്ങളിൽ കൂടിയുമുള്ള ആകെ വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് അപേക്ഷകയുടെ പേരിലോ അപേക്ഷക ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ അംഗമായിട്ടുള്ള ബന്ധുവിൻ്റെ പേരിലോ ആയിരിക്കണം. വ്യക്തിഗത വരുമാന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ല. റേഷൻ കാർഡ് നിർബന്ധമാണ്. അത് ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയതായിരിക്കണം. ഈ പദ്ധതിയിലേക്ക് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. അതായത് ഒരു റേഷൻ കാർഡിലെ ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഒന്നിലധികം പേർ അപേക്ഷിക്കുന്ന പക്ഷം ആ അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും. 1 സെയിം സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആവശ്യമില്ല. നമ്മുടെ പേരും മറ്റു കാര്യങ്ങളും ഹാജരാക്കുന്ന എല്ലാ രേഖകളിലും ഒരുപോലെ ആയിരിക്കണം. അതിനെന്തെങ്കിലും
വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നിർബന്ധമുള്ളൂ. ഇലക്ട്രിക് ഓട്ടോ വാങ്ങുമ്പോൾ ഈ വെഹിക്കിൾ പോളിസി പ്രകാരം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻസെന്റീവ് കൈപ്പറ്റിയവർക്ക് ഈ പദ്ധതിയിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതല്ല. പ്രസ്തുത ഇൻസെന്റീവ് കൈപ്പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സാക്ഷ്യപത്രം നിർബന്ധമാണ്. പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ സമുന്നതിയുമായി 3 വർഷ കാലയളവിലേക്കുള്ള ഒരു കരാറിൽ ഏർപ്പെടേണ്ടതാണ്. വാഹന കൈമാറ്റം ഒരു കാരണവശാലും അനുവദനീയമല്ല. ആർക്കാണോ വാഹനം ലഭിച്ചത് ആ വ്യക്തി മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. അതുപോലെ കൊമേഴ്സ്യൽ പാസഞ്ചർ വാഹനമായി മാത്രമേ ഈ വാഹനം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏറ്റവും കുറഞ്ഞ വരുമാനം അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. ഒരേ വരുമാനമുള്ളവരുണ്ടെങ്കിൽ വിധവ, മാരക രോഗം ബാധിച്ച അപേക്ഷകയുടെ ഉയർന്ന പ്രായം എന്നിവ കണക്കാക്കിയായിരിക്കും ആനുകൂല്യം അനുവദിക്കുക. മാരക രോഗമുള്ള ആളാണെങ്കിൽ അപേക്ഷാ സമയത്ത് ഓട്ടോ ഓടിക്കാനുള്ള ആരോഗ്യമുണ്ടായിരിക്കാം. സമുന്നതി നിർദ്ദേശിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം യോഗ്യത നേടിയിട്ടുണ്ടെന്ന് ബാങ്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന മുറയ്ക്ക് സമുന്നതിയിലെ ഉദ്യോഗസ്ഥർ മേലന്വേഷണം നടത്തുകയും RC ബുക്കും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള രേഖകളും വാഹനവും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അപേക്ഷകന്റെ ലോൺ അക്കൗണ്ടിലേക്ക് സബ്സിഡി അനുവദിക്കുകയുള്ളൂ. ഇത് ഒറ്റ ഗഡുവായി തന്നെ ലഭിക്കുന്നതായിരിക്കും. സബ്സിഡി വിതരണത്തിന് ശേഷം കരാർ കാലയളവിനുള്ളിൽ ഗുണഭോക്താവ് രേഖകൾ സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതി മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയതായി സമുന്നതിയുടെ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ തെളിയുന്ന പക്ഷം ലഭിച്ച ധനസഹായം 12% കൂട്ടുപലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ടി വരും. അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിക്കണം. അപേക്ഷയോടൊപ്പം നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട രേഖകൾ ഇല്ലാത്തതും അപൂർണവുമായ അപേക്ഷകൾ നിരസിക്കും. അതുകൊണ്ട് അപേക്ഷയും അനുബന്ധ രേഖകളും ഒരു കവറിലാക്കി കവറിന് പുറത്ത് സമുന്നതി ഈ യാത്ര 2025-26 പദ്ധതിയിലേക്കുള്ള അപേക്ഷ എന്ന് നിർബന്ധമായും എഴുതിയിരിക്കണം. അതിനുശേഷം അപേക്ഷ നേരിട്ട് ധനലക്ഷ്മി ബാങ്കിലാണ് സമർപ്പിക്കേണ്ടത്. ധനലക്ഷ്മി ബാങ്ക് പ്രസ്തുത അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധനകൾ നടത്തി വായ്പയ്ക്ക് അർഹരാണെന്ന് കണ്ടെത്തുന്ന അപേക്ഷകളിൽ സമുന്നതിയുടെ അനുമതിയോടെ പദ്ധതി പ്രകാരം അർഹരായ അപേക്ഷകർക്ക് വായ്പ ലഭിക്കും. സമുന്നതി ഈ യാത്രാ പദ്ധതി പ്രകാരം വാഹനത്തിനായി സബ്സിഡി ലഭിക്കുന്ന വ്യക്തികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് സബ്സിഡികൾക്കായി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. അപേക്ഷകൾ ബാങ്കിൽ ലഭ്യമാകേണ്ട അവസാന തീയതി 10/10/2025 ആണ്. അപേക്ഷാ ഫോം www.kswcfc.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.